ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഒരു പാൻ ഇന്ത്യൻ ആക്ടർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഹിന്ദിയിലാണെങ്കിലും തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും ഒരുപാട് സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മലയാളത്തിലെ എമ്പുരാൻ എന്ന സിനിമ വന്നതോടുകൂടി അദ്ദേഹം ഡയറക്ടർ എന്ന നിലയിലും ഇപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിൽ അറിയപ്പെടുന്ന ഒരു നടനാണ്. ഇദ്ദേഹം ഒരുപാട് ഹിന്ദി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിച്ച സിനിമകളൊന്നും അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് റാണി മുഖർജി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നായികയാണ് റാണി മുഖർജി. റാണി മുഖർജിയുടെ കൂടെ നായകനായിട്ടാണ് ആദ്യം അഭിനയിച്ചത്. ആ ഒരു പടത്തിൻ്റെ പേരെന്ന് പറയുന്നത് അയ്യ എന്നാണ്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഹിന്ദി മൂവി എന്ന് പറയുന്നത്. മലയാളത്തിലും തമിഴിലൊക്കെ ഒരുപാട് പടങ്ങൾ ചെയ്തൊരു ഹിറ്റ് പടങ്ങൾ ചെയ്തതിന് ശേഷമാണ് പൃഥ്വിരാജ് ഹിന്ദി സിനിമയിലോട്ട് വന്നത്. അതും അദ്ദേഹത്തിൻ്റെ ഓൺ വോയിസിൽ ഡബ് ചെയ്തുകൊണ്ടൊരു പടമാണ്. നായിക ഞാൻ പറഞ്ഞ പോലെ റാണി മുഖർജി ആയിരുന്നു. അന്ന് ഹിന്ദി സിനിമയിൽ ടോപ്പ് നിൽക്കുന്ന ഒരു ഹീറോയിൻ ആയിരുന്നു. പടം ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പടത്തിൻ്റെ സ്റ്റോറി ലൈൻ അത്രയ്ക്ക് നല്ലതല്ല. പക്ഷേ അതിൻ്റെ പാട്ടുകളൊക്കെ ഒരുപാട് ഹിറ്റായിരുന്നു. പൃഥ്വിരാജ് ഹിന്ദിയിൽ പോയിട്ട് മലയാളത്തിൽ ഇതുവരെ ചെയ്യാത്ത പോലെയുള്ള ഒരു ഡാൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. സോങ്സൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. കുറച്ചൊരു ബോൾഡ് സീൻസൊക്കെ ഉള്ള ഒരു സിനിമയായിരുന്നു ഈ അയ്യ. മലയാളികൾക്ക് അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നീട് അദ്ദേഹം ബോണി കപൂറിൻ്റെ മകനായിട്ടുള്ള അർജുൻ കപൂറിൻ്റെ കൂടെ അദ്ദേഹം ഒരു മൂവി ചെയ്തു. പിന്നെ കരീന കപൂറിൻ്റെ കൂടെ ഈ അടുത്തൊരു മൂവി ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്ന പുതിയ മൂവിയാണ് സർസമീൻ എന്ന് പറയുന്ന മൂവി. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഖയോസ് ഇറാനി എന്ന് പറയുന്ന പുതിയ ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനെ എല്ലാവർക്കും അറിയാം. ഭോമൻ ഇറാനി എന്ന് പറയുന്ന 3 ഇഡിയറ്റ്സിലൊക്കെ പ്രൊഫസറുടെ റോൾ ചെയ്തിട്ടുള്ള ഒരു നടനാണ് ഭോമൻ ഇറാനി. ഒരുപാട് കൊമേഡിയനായിട്ടും വില്ലനസ് റോളിലൊക്കെ ഒരുപാട് ഷൈൻ ചെയ്തിട്ടുള്ള ഒരു നടനാണ്, ഹിന്ദി നടനാണ്. നല്ലൊരു ആക്ടറാണ്. നമുക്ക് പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ആക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ കയോസി ഇറാനി എന്ന് പറയുന്നത്. കയോസി ഇറാനി ആദ്യമായിട്ട് വരുന്നത് ആക്ടറായിട്ടാണ്. സ്റ്റുഡൻറ് ഓഫ് ദി ഇയർ കരൺ ജോഹറിൻ്റെ മൂവിയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു ആക്ടറായിട്ട് വരുന്നത്. ആ കരൺ ജോഹർ തന്നെയാണ് സർസമീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പൃഥ്വിരാജ് മൂവിയുടെ പ്രൊഡ്യൂസറും. ധർമ്മ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ് ഈ ഒരു മൂവി ഒരുങ്ങുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അയ്യ സിനിമയിൽ റാണി മുഖർജി ആയിരുന്നു പൃഥ്വിരാജിൻ്റെ നായികയെങ്കിൽ ഈ സിനിമയിൽ കജോളാണ് നായിക. കജോളും അതുപോലെ പൃഥ്വിരാജ് സുകുമാരനും കപ്പിൾസ് ആയിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത്. പൃഥ്വിരാജ് ഇപ്പോൾ ഭയങ്കര മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു ആക്ടേഴ്സിനൊക്കെ ഒരു മടി ഉണ്ടാവും. പക്ഷേ അദ്ദേഹം അതിൻ്റെ റോളാണ് അദ്ദേഹം നോക്കിയിട്ടുണ്ടാവുക. എന്തായാലും പ്രത്യേകിച്ച് ഒരു ഹിന്ദി മൂവിയിലൊക്കെ വരുമ്പോൾ ആ ഒരു റോൾ അത്രയധികം അദ്ദേഹത്തിന് സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കജോളിൻ്റെ ഹസ്ബൻഡിൻ്റെ റോളൊക്കെ അദ്ദേഹം അഭിനയിക്കാൻ തീരുമാനിച്ചത്. അതും അല്ല, ഇതിൽ ഡെബ്യൂ ചെയ്യുന്ന ഒരു നടൻ എന്ന് പറയുന്നത് സെയ്ഫ് അലി ഖാൻ്റെ മകനായിട്ടുള്ള ഇബ്രാഹിം അലി ഖാനാണ്. അപ്പോൾ ഇബ്രാഹിം അലി ഖാൻ്റെ ഡെബ്യൂ മൂവിയാണ് സർസമീൻ എന്ന് പറയുന്ന ഈ മൂവി. അദ്ദേഹത്തിനെ ലോഞ്ച് ചെയ്യുന്നത് കരൺ ജോഹറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാ സ്റ്റാർ കിഡ്സിനെയും ലോഞ്ച് ചെയ്യുന്നത്, ഹിന്ദിയിൽ ലോഞ്ച് ചെയ്യുന്ന ഒരു സംവിധായകനുമാണ്, അതുപോലെ പ്രൊഡ്യൂസറാണ് കരൺ ജോഹർ എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിനെ നെപ്പോ കിഡ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിൽ അദ്ദേഹത്തിന് ഒരു മോശം പേര് തന്നെയുണ്ട്. നെപ്പോട്ടിസത്തിൻ്റെ ഏറ്റവും വലിയ ആളാണ് ഈ കരൺ ജോഹർ എന്നൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ കരൺ ജോഹറിനെ എല്ലാവരും പറയുന്നത്. അപ്പോൾ സെയ്ഫ് അലി ഖാൻ്റെ മകൻ ഇബ്രാഹിം അലി ഖാനെ ഈ ഒരു മൂവിയിലൂടെയാണ് കരൺ ജോഹർ അവതരിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അതുകൊണ്ടൊരു സന്തോഷമുണ്ട്. പൃഥ്വിരാജിൻ്റെ മകനായിട്ടാണ് വരുന്നത്. മകനായിട്ടാണോ നമുക്കറിയില്ല, പക്ഷേ കഥയുടെ ട്രെയിലർക്ക് കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ അതിൽ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ എന്നുള്ളത് മൂവി ജൂലൈ 25 റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇബ്രാഹിം അലി ഖാൻ പൃഥ്വിരാജിന് കജോളിൻ്റെ മകനായിട്ടാണോ അതോ ഈ കഥയിൽ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്തായാലും ട്രെയിലർ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. നമ്മൾ ഈ സോ കോൾഡ് ഹിന്ദി മൂവീസ് എന്നൊക്കെ വിട്ട് ഈ സൗത്ത് ഇന്ത്യൻ മൂവീസിൻ്റെയൊക്കെ ഈ ഒരു ഗംഭീര വിജയങ്ങൾ കണ്ടിട്ട് അവരും നല്ല കഥകളൊക്കെ സെലക്ട് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് അടിപൊളി ട്രെയിലറാണ്. പൃഥ്വിരാജിൻ്റെ അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പറാണ്. പിന്നെ സ്വന്തം ശബ്ദത്തിലാണ് അദ്ദേഹം ഡബ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും പൃഥ്വിരാജിൻ്റെ ഈ ഒരു ഹിന്ദി മൂവി സക്സസ്ഫുൾ ആവട്ടെ. അദ്ദേഹത്തിന് കൂടുതൽ ഹിന്ദി മൂവീസ് ചെയ്യാനും ഒരു പാൻ ഇന്ത്യൻ ലെവലിലുള്ള ഒരു ആക്ടറായിട്ട് അദ്ദേഹം എന്താ പറയുക പിടിച്ചു നിൽക്കട്ടെ അല്ലേ. നമ്മുടെ മലയാളത്തിൽ നിന്നൊരു ഹിന്ദിയിൽ പോയിട്ട് അത്രയ്ക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള നടന്മാരൊക്കെ കുറവാണ്. അപ്പോൾ എന്തായാലും പൃഥ്വിരാജിന് അത് സാധിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ് പൃഥ്വിരാജ്. പ്രത്യേകിച്ച് ആടുജീവിതം എന്ന് പറഞ്ഞൊരു സിനിമയിലൂടെ അദ്ദേഹത്തിനെ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ ഒരുപാട് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്.
അപ്പോൾ ഈ ഒരു ഹിന്ദി മൂവിയിലൂടെ അതും കജോളിൻ്റെ കൂടെയുള്ള ഈ ഒരു പെയർ സക്സസ് ആവട്ടെ, എന്തായാലും ഹിറ്റ് ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കൂടുതൽ വിവരം ഈ ഒരു മൂവിയുടെ കൂടുതൽ വിവരങ്ങളായിട്ട് ഇനി അടുത്തൊരു വീഡിയോയിലൂടെ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.